മലപ്പുറത്ത് ഇടവിട്ട് മഴ തുടരുകയാണ്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പാണക്കാട് സംസ്ഥാന പാതയിലെ മണ്ണിടിച്ചിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി.കെ. ബഷീർ നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഹരികുമാർ ചേരുന്നുണ്ട്. ഹരികുമാർ, ഈ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ്? ജനവാസ മേഖലയാണോ? പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടോ? തീർച്ചയായും ജനവാസ കേന്ദ്രം തന്നെയാണ് ഈ പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ കാരത്തോട് പ്രദേശം. ഇവിടെ നിന്ന് 40 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 30 പേർ പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. മറ്റുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ തുടർച്ചയായി ഈ പ്രദേശത്ത് മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ 8:30 തുടങ്ങിയ മണ്ണിടിച്ചിൽ 1:30 തുടർന്നു എന്നതാണ് ആശങ്കാജനകം. അതായത് 1:30 വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് റോഡിൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരപ്പനങ്ങാടി മലപ്പുറം റോഡ് പൂർണ്ണമായും അടച്ചിട്ട അവസ്ഥയിലാണ്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ആരെയും ഇപ്പോൾ കടത്തിവിടുന്നില്ല. മാധ്യമപ്രവർത്തകരെ അടക്കം 1 കിലോമീറ്റർ അപ്പുറത്ത് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും ADM അടക്കമുള്ളവർ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുണ്ടായി. മലപ്പുറത്ത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്ത മഴ വലിയ തോതിലുള്ള മഴയാണ്. 310 മില്ലിമീറ്റർ മഴയാണ് മലപ്പുറത്ത് രേഖപ്പെടുത്തിയത്. വടക്കൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് കോഴിക്കോടാണ് ജില്ല. ശരി, മലപ്പുറത്ത് ഇടവിട്ട് ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഹരികുമാറാണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.